You just need 5% deposit to buy your first homeowner property. The more we are able to invest in properties, the sooner we can get rid of our owner occupied loans. ഒരു 10 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡൻ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകാം? You are left with 75 cents. If you are using that 75 cents as well to pay off the loan, out of that 75 cents, the half of 75 cents is going towards interest payment to the bank or toward any other government charges. So that means the money literally which is working for you is around 37 cents out of $1. That should be an eye opener for anybody. അത് 100 പേരിൽ 10 പേർക്ക് 2 പ്രോപ്പർട്ടി ഉള്ളൂ. പക്ഷേ ഇനി മുതൽ മലയാളികളുടെ ഒരു ഫുൾ കമ്മ്യൂണിറ്റി നമുക്ക് വളരണം. ആ 10% എന്നുള്ളത് മാറി ഒരു 20%, അതല്ലെങ്കിൽ 30%, 40%, 50% വരെ നമ്മൾ എത്താം. Your first home should not be your dream home. Australia supports the first home buyers in a very different ways. There's a federal support, there's a state government supports. Employment letter. We don't even need the payslip. We can use that and help them to buy their first home. We do a free checkup for their supers and their insurances, and everything is done correctly. Should be only one life insurance to save capital gain tax when you're selling investment property too. 10 property, 100 property, 129 property മറ്റു ആൾക്കാരെ മേടിക്കുന്നതൊക്കെ പറഞ്ഞേക്കാം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? There are pros and cons in trust structure. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഒന്നിന് ശേഷം ജോലി കണ്ടുപിടിക്കും. ജോലി കണ്ടുപിടിച്ചതിന് ശേഷം ഒരു വീട് വാങ്ങിക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ സ്റ്റക്കായി പോവുകയാണ്. പിന്നെ നമ്മൾ 70 വയസ്സ് വരെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും റിട്ടയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പക്ഷേ ഒരു സ്ട്രാറ്റജിക്കലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഒരിക്കലും ജോലി ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയല്ല. പക്ഷേ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ചെയ്തായിട്ടുള്ള, കുറച്ചുകൂടി എൻജോയ് ചെയ്തുള്ളൊരു ജോലി ചെയ്ത് ജീവിക്കുക, ഒരു ലൈഫ് അനുഭവിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൽദോയാണ്. ഈ ഫീൽഡിൽ വളരെയധികം നാളായിട്ട് ജോലി ചെയ്യുകയും ഒരുപാട് മലയാളികളെയും അത് ഇന്ത്യൻസിനെയും അത് ലോക്കലായിട്ട് ഓസ്ട്രേലിയൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആളാണ്. മോർഗേജ് ബ്രോക്കറാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനറുണ്ട്, അക്കൗണ്ടൻ്റ് ഉണ്ട്, പിന്നെ സോളിസിറ്റേഴ്സ് ഉണ്ട്, ബയേഴ്സ് ഏജൻറ് ഉണ്ട്. എല്ലാം കൂടെ ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു എൽദോയെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ആൾക്കാരെ എല്ലായിടും കണക്ട് ചെയ്ത് ഇവർ ഒന്നിച്ച് ഹെൽപ്പ് ചെയ്ത് നമുക്ക് വളരാനായിട്ട് സാധിക്കും. നമസ്കാരം എൽദോ. Thank you Gils for inviting me again. എന്നാണ് വിശേഷമൊക്കെ? ദൈവം അടിപൊളി. ഓക്കെ, വിൻ്ററൊക്കെ തുടങ്ങി അല്ലേ? I enjoy winter. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും അതല്ല മറ്റ് യൂറോപ്യൻ കൺട്രികളിൽ നിന്നായാലും ഈ ന്യൂസിലൻഡിൽ നിന്നായാലും UK നിന്നായാലും എല്ലാം നമ്മളിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയാണ്. ഈ പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല ലൈഫ് ഇല്ലാത്തത് കൊണ്ടല്ല, അതിനേക്കാളും നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ അതിനുശേഷം നമ്മൾ സ്റ്റക്കാണ്, ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുമായിരിക്കും ഒരു പക്ഷേ. പിന്നെ നമ്മൾ പണ്ടാരം 70 കൊല്ലത്തേക്ക് ജോലി ചെയ്യുക. പക്ഷേ നമ്മൾ തുടക്കം പലപ്പോഴും തെറ്റുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളെന്ന നിലയിൽ നമ്മൾ വീട് മേടിക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഒരു ഫസ്റ്റ് ഹോം ബയർ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നോക്കേണ്ടത്? എൻ്റെ ഒരു സിമിലർ ആഗ്രഹങ്ങളുണ്ട്. ദ വേ ഗിൽസ് ഹാസ് ലൈക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഹൗ വി വിൽ ഇൻഡിവിജ്വലി ഓൾസോ ഗ്രോ ഇഫ് ആർ community grows. We have learned this because from our past experiences, when we come to Australia first, we are just busy with us trying to set up a life, and like we don't realize quite a few things. But when we start actually buying our first home, and we realize, if I would have known this when I came to Australia, it would have been better. Correct. So what we have come up with a strategy for many people who actually, as soon as they arrive to Australia, that they come to us and we create a strategy for them. So whether they have enough savings or not, or how they can have a strategy to buy their first homes, and what are the ways they can actually do the saving strategy, and what benefits they can get. So even though they are not ready to buy the property right then and there, even though they have just arrived with maybe literally nothing because they have spent all that money, they know what to do right to achieve that dream. So that is the first thing, and in that parallelly what we make sure that the other things are also looked upon. They are taking the right kind of insurances, because a lot of people are taking double up insurances, and also we just
connect them to, in our team we have a tax financial planner, so they will make sure they have the right insurance, and they will also make sure that we have a strategy about talking about the super, how they can use that to save taxes. So that's what is usually just to make sure that we are doing those things what we would have done when we came to Australia first. So they are parallelly doing those things. Now once they are ready, whether they are ready, so like you see yourself, they mentioned that if they are coming from different Middle Eastern or European countries where they have enough savings, Ireland, New Zealand, UK, so they have certain amount of savings, they can actually buy their home right away. So if they clients have a full-time job or a permanent part-time job, so they come, in certain lenders we just need employment letter. We don't even need the payslip. We can use that and help them to buy their first home. Australia supports the first home buyers in a very different ways. There's a federal support, there's a state government supports. So for example, if you are a first home buyer, you just need 5% deposit to buy your first home on a property, and there would not be any mortgage insurance for that. So the other benefits are, if you're a single parent, you can actually just have 2% deposit and you can buy your first home. So what is helping is, usually when you go to a lender, you will have to pay lender's mortgage insurance, which is when you borrow more than the 80% of the security of the property, it's a risk for the bank. So usually bank has to charge you secure themselves by using an insurance. So that insurance paid by the clients because they want to borrow so closer to the amount. So what is government is coming and saying that if you're a first home buyer, if you have this percentage deposit, we will guarantee your loan, so you don't have to pay insurance. So that is one benefit. And then you have stamp duty benefits. So this is state to state. Every state has a different. So when clients talk to us, we actually do a funding summary for them and show them where the stamp duty benefits are there. So we can talk about that. So all the benefits like this, we actually guide the first home buyer that this is how you can actually buy their first home. ഫസ്റ്റ് വീടാണ് നമ്മൾ മേടിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മേടിക്കുന്നത് ചിലപ്പോൾ മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് 500,000 വീടായിരിക്കും മേടിക്കേണ്ടത്, അതിനുള്ള ലോണ് കിട്ടുന്നുള്ളൂ. പക്ഷേ എൻ്റെ വീടിനോട് ചേർന്ന്, അല്ല എൻ്റെ ജോലിയോട് ചേർന്ന്, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിനോട് ചേർന്ന് ആ വീട് കിട്ടണമെന്ന്, ആ എമൗണ്ട് വീട് കിട്ടാൻ വേണ്ടി പലപ്പോഴും പഴയ വീടായിരിക്കും, കുറച്ചും കൂടെ ദൂരേക്ക് മാറിയായിരിക്കും നമുക്ക് പുതിയ വീട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പുതിയ വീടിന് വേണ്ടി ദൂരേക്ക് പോകുന്നതാണോ നല്ലത്, അതോ പഴയ വീട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മേടിക്കുന്നതാണോ നല്ലത്? This question has to be depending on person to person situation. And person to person, which location you're talking about. Correct. Because in certain places, like for example, if in Geelong, when the city was there, the Armstrong Creek, Mount Duneed and Charlemont, these were newer developments, right? So it was smarter to go outside a little further, even though your schools and your workplace is right in the city, because it was much cheaper to build, and and the area was growing overall. And there was a huge price difference you were saving. So and plus, if you want to literally buy where the school is there, let's say you want to buy in the city, but you want to live in the city, and you want your kids to go into that particular school, it's not necessarily that you have to buy that property. So there's a lot of concept I would like to actually mention where we are doing is called rent investing. So we have many clients who are in Sydney, Melbourne, in very good location. They're working, they're IT fields or any kind of fields, but they can't afford a property there because it's very expensive. And so what they do, they rent it out there and they buy, just to make sure their money is in the property. They invest somewhere else which is more affordable. So they still get to live where they want. Their kids going to school in that particular region, even though they're renting or owning, doesn't make a difference. And that's how they achieve those dreams. So I think it's person to person situation where they are, where they're located. If it is affordable for them, if they're borrowing, has spare borrowing left even after what they do, then they can go for a property which is next to them. It's up to them. Okay. But we can actually, when they speak to us individually, depending on their situation, we can guide them accordingly. It is easy to advise them to go for a rent invest. Yeah. But it's not that easy because emotionally you want your own home.
That is correct. That is absolutely correct. Yeah. So it's very hard to break that emotions, you know. yeah, absolutely. So what we do is we give them complete strategy. So we give them strategy. If you want to build or buy this home in this particular location, and this is your borrowing, so we give them that this is how much your income has required. This is your borrowing should be there to be able to achieve that, and this would be your repayment. So you can you can budget yourself accordingly. So we do that, and at the end of the day, they should be able to take that decision where how are they able to afford this or be able to sustain this kind of lifestyle or not, because it's a very thin line difference where you have that emotions can take you and what exactly you are capable of. Because there has been a lot of many situations where which most of the Australians don't get to see. We get to see where people have bought properties to their extreme borrowing capacity, and they end up actually either downsizing or selling it, and it's a very not a happy transition which happened, because sometimes you will have a borrowing of that much, but anything can change, and usually it's better to have that surplus in your mind. So it should be in your right budget, and you should be okay if you're budgeting it correctly. You should have right surplus for it. നമുക്കിപ്പം ഏകദേശം $1 million ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം $1 million പോകാതെ ഒരു പക്ഷേ 600,000 to 700,000 മേടിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ആബ്സല്യൂട്ട്ലി. പക്ഷേ വീട് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, നല്ല ഐശ്വര്യമുള്ള വീട് വേണം മേടിക്കാൻ. മേക്ക് യു ഹാപ്പി, ബിക്കോസ് നിങ്ങൾ നല്ലൊരു ടൈം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുമ്പം അവിടുന്ന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണം. സോ യു ഹാവ് ടു സ്പെൻഡ് എ ഡീസൻറ്റ് വൺ. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോഷണലി പോയി മേടിക്കരുത്. കാരണം ഇതൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്. ദാറ്റ് വിൽ ഡിസൈഡ് യുവർ മേ ബി നെക്സ്റ്റ് 5 years. ഒരു നല്ല വേ ഓഫ് സ്ട്രാറ്റജി ഓൾസോ ഉണ്ട് അത്. സോ I will give you best example is my example. Okay. So what we did, our first home, we built smaller house possible. We did one small house, then we invested in another smaller house, and we had enough equity in both the houses. Okay, and we used both the equity to build our dream home, which is a decent sized home, and which we are very happy with. We were very happy with our first home as well, but you know what I mean. So in that way, it was a very less stress on our mortgages. So our deposit was higher. The money that we have with the investment is giving us tax benefits. So this whole structure became so good and easier to do this dream home. Correct. So that would be the better strategy to do a dream home. If you really, your first home should not be a dream home. I don't think so that's a right strategy to go ahead, because it puts you into a lot of to be able to restrict you to invest actually. So you can't actually invest and get into the financial starting the process of financial freedom, and you are just busy paying that 30-year loan term. So I'll give you an example, small number example. Let's say you have a $500,000 property, and you bought a property, and you put 90K towards as a deposit, and you have a 30-year loan. Okay, so in 30 years, literally you're paying more than double the amount of the interest on it. Okay, so that is so your approximately, let's say your repayments are around you're going to pay bank $900,000. Now this is in 30-year time. Now when you paying that amount, let's say your income is $100,000. Out of $100,000, $25,000 goes to tax. So that means in $1, 25 cents is going to the tax. You are left with 75 cents. If you are using that 75 cents as well to pay off the loan, out of that 75 cents, the half of 75 cents is going towards interest payment to the bank or toward any other government charges. There has to be, and so that means the money literally which is working for you is around 37 cents out of $1. That should be an eye opener for anybody. So there has to be a better way to do it. So when we do the other way around, so what the whole strategy is like, how to make sure that out of $1, 60 to 90 cents is going towards you, towards your pocket. You can do that, and then you're building these houses and all,
and working for yourself. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൽദോ പറഞ്ഞത്. നമ്മളെപ്പോഴും വളരെ ഇമോഷണലായിട്ട് പോയി വീട് മേടിക്കും. സ്വന്തമായിട്ടൊരു വീട് വേണം. സ്വന്തമായിട്ട് വീട് മേടിച്ചതിന് ശേഷം നമുക്കതിനകത്ത് ഇക്വിറ്റി ഉണ്ടാകും. ആ ഇക്വിറ്റി നമ്മുടെ പൈസ അല്ലേന്ന് ചോദിക്കും. പക്ഷേ എൽദോ പറഞ്ഞ പ്രത്യേകിച്ചുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ $100,000 വർക്ക് ചെയ്യുമ്പം 25% ടാക്സ് ആയിട്ട് ഓൾറെഡി പോയി. അതായത് ടാക്സ് പെയ്ഡ് മണിയാണ്. ബാക്കി $75,000 നമ്മുടെ ഉള്ളത്. ആ 75,000-ൽ പിന്നെയും നമ്മൾ ഒരു $30,000-40,000 പിന്നെയും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം അടയ്ക്കണം. ആ പൈസയും പോയ കേസാണ്. അപ്പോൾ എന്തുമാത്രം പൈസ നമ്മുടെ നിന്ന് പോയി? 20-40 ഒരു 10-60% നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഓൾറെഡി പോയി. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ വീട് വിറ്റതിന് ശേഷം നമ്മൾ ടാക്സ് പേ ചെയ്യുന്നില്ലെന്ന്. കാരണം നമ്മൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തതാണ് അതിന്. നമ്മളത് ടാക്സ് ഫ്രീ മണി അല്ല ഒരിക്കലും. നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് അതൊരു ടാക്സ് ഫ്രീ മണിയാണ്. ടാക്സ് ഫ്രീ മണിയല്ല. കാരണം അത് ആഫ്റ്റർ ദ ടാക്സ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അറിവുകേട് കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് ചെയ്യുന്നത്. ഫസ്റ്റ് ഹോം ബയർ അല്ല ഫസ്റ്റ് ഹോം നമ്മൾ ഡ്രീം ഹോം പോയി മേടിക്കുന്നത്. അത് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ പറയണ്ട. നമ്മൾ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ അടുത്ത 10 കൊല്ലം ജോലി ചെയ്യുന്നതും 30 കൊല്ലം ജോലി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഒരു 35-40 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് മുഴുവൻ വേദനയുണ്ട്. അവിടെ വേദന, ഇവിടെ വേദന, മുട്ടിന് വേദന, കാലിന് വേദന, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പിള്ളേർ യൂണിയിലൊക്കെ പോകാൻ തുടങ്ങും. അപ്പോൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യണം, പിക്ക് ചെയ്യണം, പിന്നെ എന്താ പറയുക അവർക്ക് വണ്ടി മേടിക്കണം, പല പല കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാട്ടിൽ പോകണം, വീട്ടുകാരെ കാണണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ബോർഷായിത്തീരുന്ന അവസ്ഥയല്ല. We have many clients whose loans are paid off, owner-occupied loans are paid off. They have a passive income, and this is without paying a single cent extra repayment. Because there is a smarter way to do this. Correct. Okay. All right. So what you have, so in that way, it's all about how to we can have a strategies in place to do that. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തെങ്കിലേ നമുക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രായം എപ്പോഴും മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഇപ്പം എൽദോയ് ഡിസ്കസ് ചെയ്യുന്നത് 10 കൊല്ലം 7 to 10 years, അത് പോട്ടെ 7 വെക്കണ്ട, ഒരു 10 years കൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡൻ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകാം, കുറച്ചും കൂടെ പാസീവ് ഇൻകം കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെ നമുക്ക് സാധ്യമാകും? As a disclaimer, it's person to person situation la njangal guide cheyum, strategy cheyum, but just to give a basic strategy is like it's by you doing njangal everyday Australians ke vendi the best way to and safest way to invest is in properties. So when we invest in properties, the more we are able to invest in properties, the sooner we can get rid of our owner-occupied loan. So if I have to give a simple numbers, just let's say for example, just give a location to me. Let's say Geelong. Okay. Geelong. Okay. So in Geelong, if you would have bought a property for $500,000 in the year 2017 or 16, so the property. Right, let's say you bought 3 properties for $500,000 each. So now you have 3 properties of $500,000 in 2017. In now, after that, let's say the loan amount is, just to make it simple, is $400,000 each. As you said, 10 years. In 10 years, the loan balance, let's say for all the 3 properties, around $300,000. In 10 years, the value of the property, right now Geelong, less than 10 years, we are sitting at the properties which have been for maybe for 500 in 2017 or 16, right now is more than $1 million here. So let's say this is only in, we are talking about 7 to 8 years. Let's say worst case scenario took 10 years to go double in the value. Oh, 15 years for some cases. Less, okay. Yeah, 15 years, so then the loan must be lesser. But let's say 10 years, you have $300,000 each loan, and the value of 3 properties how much now? 1 million, 1 million, 1 million. Because million. they all total 3 million. You sell one property. You sell one property, you get $1 million. Just I will not calculate tax at this stage, but you sell $1 million. Total loan now you have for those 3 properties $900,000. So your total loan is paid off by one property, and you have 2 properties which are paid off. One property maybe you're living in, one property is giving you passive income. Yeah. That's it. Yeah. So if you, obviously your strategy has to be right, but what we have done for our strategy is like, when you keep on buying properties, you bring closer to your financial freedom. Because
it's actually the tax money is working for you. You know, your money is coming back to you. So the whole strategy in this, the value of money is going down when it comes time. Yeah. You know, so what happens is loan, the value is also that cash is going down too, but value of the property is growing. So these both are working for us. Plus the government is giving us benefits on that. So that's how it works. It's in a simple nutshell. Obviously we have a detailed strategy because this is not something that you can just go ahead and do it. Yeah. If you don't have the right strategy, I have seen people who've been stuck and not doing it right. So that involves the right team of people. ഈ പറഞ്ഞ സ്ട്രാറ്റജി നമുക്ക് തന്നെ ചെയ്യാം. ഇതേക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ടീം എപ്പോഴും ഇതിന് വളരെ നല്ലതാണ്. കാരണം ലോൺ നമുക്ക് എടുത്ത് തരാൻ പറ്റുന്ന മോർഗേജ് ബ്രോക്കർ വേണം. കാരണം തുടക്കം മുതലേ ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ പ്ലാനർ വേണം. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനർ പറയണം എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് എനിക്ക് റിട്ടയർ ചെയ്യണം, 10 കൊല്ലം കൊണ്ട് എനിക്ക് എൻ്റെ ജോലി പകുതിയായിട്ട് കുറയ്ക്കണം, ഒരു സെമി റിട്ടയർമെൻറ്റിലേക്ക് വരണം. അപ്പോൾ നമ്മളൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് ശരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി അക്കൗണ്ടൻറ്റ് വേണം. നമ്മൾ മിക്കവാറും അക്കൗണ്ടൻറ്റിനും ഫിനാൻഷ്യൽ പ്ലാനറും പൈസ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ല. പക്ഷേ ശരിക്കും നല്ല ഫിനാൻഷ്യൽ പ്ലാനറോ നല്ലൊരു അക്കൗണ്ടൻറ്റോ റിയലി വർത്താണ്. നമ്മൾ പലപ്പോഴും മേടിക്കുമ്പോൾ 2 പ്രോപ്പർട്ടി 3 പ്രോപ്പർട്ടി വരെ മാക്സിമം മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? അതല്ല ചില ആൾക്കാർ മേടിക്കുന്ന കാണാം 10 പ്രോപ്പർട്ടി, 100 പ്രോപ്പർട്ടി, 129 പ്രോപ്പർട്ടി മറ്റും ആൾക്കാർ മേടിക്കുന്നത് പറഞ്ഞേക്കാം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? So you can buy unlimited properties. Okay. Conditions apply. ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ജനറൽ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. കണ്ടിന്യൂ ചെയ്തു. Yeah, so just to continue, ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ട്. So you need to have the right structure of the team to be able to help ഒരു client. Borrowing capacity എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും? People go and buy the properties, they buy it usually in individual names. Obviously you have tax benefits and all, but if you understand the mindset of investment in property and you want to do more of it, it's better to buy it in trust structure. So obviously there's a lot of technicality conversation about it, but that's what it. So you literally, when clients come to us, we tell them how to structure the thing in such a way that they are able to keep on buying properties in trust structure. Okay. So but there are pros and cons in trust structure, but I think what we have to look at again the mindset of the investment. So if we are doing individual property, there will be the percentage of profit is more because there's less cost involved in investment. But it will be just, let's say in investment property you're making 100k profit. In trust property you might make 95k profit. But when you do individual investment property, you are making 100k, you're able to do maybe 1 or 2 or 3 only. But when you do trust, maybe you can able to do 10. So whether you want just 300k profit or do you want 1095k profit? But if somebody wants to understand the trust's pros and cons and all, obviously we can have a chat about it and talk about it. ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്, അതിന് എക്സ്ട്രാ കോസ്റ്റ് ഇൻവോൾവ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ എന്താ പറയുക ബാക്കിയുള്ള എന്താ പറയുന്നത് ഈ നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മളത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഒരു $2,000-3,000 ആണ് മാക്സിമം എക്സ്ട്രാ ആയിട്ട് വരുന്നത്. പക്ഷേ അന്നേരം അതുകൊണ്ട് ഈ $2,000-3,000 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നത് കൊണ്ട് പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കുകയാണ്. ആ എക്സ്ട്രാ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒരു കൊല്ലം ഒരു $20,000 കയറിയാൽ പിന്നെ നമുക്ക് 17,000 പ്രോഫിറ്റബിൾ ആണ്. ആബ്സല്യൂട്ട്ലി അല്ലേ? സോ അതുകൊണ്ട് ട്രസ്റ്റിൻ്റെ എക്സ്പെൻസ് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ട. പൈസ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്താ പറയുന്നത് അത് ഒരു ലോങ് ടൈം പ്ലാനിൽ ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടും കൂടെ ചെയ്യുന്നതാണ്. വി ഹാവ് എ ടാക്സ് ഫിനാൻഷ്യൽ പ്ലാനർ which we actually help us in guiding saving taxes. So they're like, we can also save capital gain tax when you're selling investment property too. So there's strategies where, so again, this is just a general advice. Correct. So when you talk to our tax financial planner in our organization, he will tell you step by step. But let's say you had a $300,000 profit by selling an investment property. So if you sell within 1 year, you have to pay 50% capital gain tax. So it's 150. So you can actually make that capital gain that works towards you. So there's a strategy towards that too. Okay. So we can actually guide people how to do that too. So but most of the people don't know that, so they end up doing
paying that to the government. ഞാനൊക്കെ വന്ന സമയത്ത് വീട് മേടിച്ചതിന് ശേഷം ബാങ്കുകാർ എന്നോട് പറഞ്ഞു ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എന്നാണ് പറഞ്ഞത്, ഹോം പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തോ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു എന്നെ കൊണ്ട്, അത് പേഴ്സണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഓർക്കുന്നില്ല, വളരെ നാൾ മുമ്പായതുകൊണ്ട് എന്നെ കൊണ്ട് അവരങ്ങ് എടുപ്പിച്ചായിരുന്നു. മേ ബി ലൈഫ് ഇൻഷുറൻസ്, എന്നാൽ ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും. പക്ഷെ അവർ വേണമെന്ന് പറഞ്ഞു ആ സാധനം പറഞ്ഞെടുപ്പിച്ചെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ആരും പറഞ്ഞെടുപ്പിക്കുന്നുമില്ല. നമ്മൾ പല പ്രാവശ്യം എന്താ പറയുക റീഫിനാൻസ് ചെയ്തിട്ട് ഒരിക്കലും ആരും നമ്മുടെ അടുത്ത് ചോദിച്ചില്ല. ലൈഫ് ഇൻഷുറൻസ് ഐ ഹാവ് സീൻ ഒത്തിരി മെനി ക്ലയൻസ് ആർ മേക്കിംഗ് ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. സോ lot of clients have life insurance through their super and they will have separate life insurance. Okay. So it's actually double tap. So what happens is if both the insurance company doesn't know about these each other insurances, they are actually invalid. So it becomes offset to that the other insurance. So you paid all that premium for nothing. Okay. Now many people have just insurance through their super. Actually the premium is going up and the cover is going down, and most of the people don't know about that. So I think it's very important that they check how their insurance are done, and it should be only one life insurance. There should not be two. There is no much benefit of having two separate life insurances. And what we do for our clients, usually the tax financial planner charge you quite a big amount of fees. For our clients we do a free session for that. So we do a free checkup for their supers and their insurances, and everything is done correctly, everything is right, and ensure if it is not, we suggest the clients they should be done. ഫിനാൻഷ്യൽ പ്ലാനറെ നമ്മൾ ഒരിക്കലും മലയാളികൾ ഉപയോഗിക്കാറില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലർക്കും വേണ്ട കേട്ടോ. ഇതേക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അതേക്കുറിച്ച് ഇൻഫർമേഷൻ ഉള്ള ആൾ, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു 80-90% ആൾക്കാർക്കും നമ്മൾ മലയാളികൾക്ക് വലിയ ധാരണയില്ല എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ എത്ര നാളായെന്ന് പറഞ്ഞാലും മിക്കവാറും ആൾക്കാർക്ക് പല ഇടങ്ങളിലും ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് സൂപ്പറിൽ നിന്നുള്ള ഇൻഷുറൻസ്, ഒന്ന് മറ്റേ എന്താ പറയുക സെപ്പറേറ്റ് ഇൻഷുറൻസ്. ഇത് ക്ലാഷ് ആകും. ഇത് രണ്ടിടത്തു നിന്നും ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടുന്നൊക്കെ ഓർത്തോടെ നമ്മളിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. ഏതെങ്കിലും ഒരിടത്തു നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റുമൊക്കെ ആയിട്ട് അതല്ല ഒരു ഫുൾ ഒരു ഫിനാൻഷ്യൽ ചെക്കപ്പും നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് എന്നൊരു ഫിനാൻഷ്യൽ ചെക്കപ്പിനായിട്ട് എൽദോയുടെ അവിടെ ഫ്രീ ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാനർ ചെയ്ത് കൊടുക്കും. ഫിനാൻഷ്യൽ പ്ലാനർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു സർവീസാണ് കേട്ടോ. ആർക്കെങ്കിലും ആ സർവീസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഞങ്ങൾ we will help them with strategy for the self-managed super funds as well. So when it comes to financial freedom, super is very important. അതെ. So super is growing very slowly, okay, but when people are investing in properties in super, that's going very well. But we do it very carefully, making sure it doesn't risk the client. So many clients who has come to us to buy super, bank will do a loan for them, even though their super was around 100k or 110k. But what we do is we check up with our financial planner. He's a tax financial planner. He sees like it is possible, but it would be risk for them overall because their overall income is quite towards the lower side and all. So we tell the clients that you should wait and increase your super by this strategy and then only do it. Okay. So that actually, because obviously we can do the loan immediately and make money, but that's not the strategy. We want to help people in a right way so that they don't get into kind of a hardship. So that kind of a checkup is also very good before you do buy property through SMSF. ഇപ്പോൾ ഒരാൾക്ക് വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര പെട്ടെന്ന് അതിൻ്റെ പ്രീ അപ്രൂവൽ കിട്ടും? So that's a very good question. So it depends on, again, if it is an individual investment, trust investment, percentage situation and see average time for there are pre-approvals which I would say 10 business days. But as we speak, from submission we have got approval within 1 day as well. But that's again depending on what is the quality of that file, how much is the surplus on that loans, and depending. So it's not about doing fast, it's about doing right. Because if we do it wrong, it will go as a credit inquiry for the client. Their credit score will too many inquiries reduces your score. So we are very careful the way we do. We do a lot of research. We make sure we have a scenario done with the bank properly, whether this is all good. So we cover the 70% part of it as much as possible, and then we submit the deal. So obviously there's a lot of work which goes from our team to ensure that there is a submission is done as a high quality as possible. So that way
it can varies the time from literally from 1 day to 10 business days. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ലോൺ ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ല, നമ്മളിത് ചെയ്യുന്നത് നെക്സ്റ്റ് 10 years 20 years 30 yearsന് വേണ്ടിയാണ്. അപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയായെങ്കിൽ ഉണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ധൃതി വെച്ച് ഇതിലേക്ക് ഇന്ന് തന്നെ നമുക്ക് പ്രീ അപ്രൂവൽ കിട്ടി നാളെ തന്നെ വീട് മേടിക്കണം, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നമുക്ക് നാളെ വീട് മേടിക്കാൻ പറ്റില്ല. ഒരു മിക്കവാറും ഒരു 3 to 6 months എടുക്കും നമുക്കൊരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടത് വീട് മേടിച്ച് വരുമ്പോഴത്തേക്ക്. ഒരുപാട് ധൃതിപ്പെട്ട് പ്രീ അപ്രൂവൽ മേടിക്കേണ്ട, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോട് കൂടി റൈറ്റ് സ്ട്രാറ്റജിയിലാണ് നമ്മൾ എപ്പോഴും പോകേണ്ടത്. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് വളരെ നല്ല കാര്യം കേട്ടോ. എന്തോ കാരണം അല്ലെങ്കിൽ നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കും. നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുക, പെട്ടെന്ന് ഒരു വീട് മേടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വീടെന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിഷനാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകും. ആ ചിന്താഗതി നമുക്ക് മാറണം. ഇതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണിത്. കാരണം നമ്മൾ ഒരു പേ മുടക്കിയാൽ ഉണ്ടല്ലോ ബാങ്കുകാർ വന്ന് പറയും എൻ്റെ പൊന്നു മക്കളെ പരിപാടി നടക്കില്ലെന്ന് പറയും. ഈ ഒരു പേ മുടക്കിയാലത്തെ പ്രശ്നം എന്താണെന്നറിയാം. പിന്നെ ഈ ജീവിതകാലത്ത് വേറൊരു ലോൺ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്തുകൊണ്ട് പേ മുടങ്ങി, എന്താണ് കാരണം. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഫസ്റ്റ് ഹോം മേടിക്കുന്നതിന് മുമ്പ് തന്നെ എൽദോയെ വിളിക്കുക. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, അടുത്ത 5 years 10 years അല്ലെങ്കിൽ അടുത്ത 20 yearsലേക്ക് നമ്മൾ എന്താണ് ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ആ സ്ട്രാറ്റജി ഉണ്ടാക്കിയതിന് ശേഷം അതായിട്ട് വർക്ക് ചെയ്യുക. ഇവർക്ക് അതോടൊപ്പം തന്നെ മെൻറ്ററിങ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചതിന് ശേഷം പഴപ്പിലും തുടക്കം നന്നാവും, പിന്നെ അതിനുശേഷം നമ്മളത് മറന്നു പോകും. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഉപദേശിക്കും. കൂട്ടുകാർ ഉപദേശിക്കും, വീട്ടുകാർ ഉപദേശിക്കും, ജോലി സ്ഥലത്ത് നിന്ന് ഉപദേശിക്കും. ഈ പല ഉപദേശങ്ങളും നമ്മൾ ചെന്നെത്തപ്പെടുന്നത് തുടങ്ങുന്ന ഒരിടത്തും എന്ത് ചെയ്യുന്ന മറ്റൊരിടത്തുമാണ്. നമ്മൾ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിടത്തും എത്തില്ല. അപ്പം ഇതിനായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, മെൻറ്ററിങ് വെക്കുക. നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്ന് നമ്മൾ എന്താ പറയുക ലക്ഷ്യത്തിലെത്തിയോ നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹോൾസം ഗ്രോത്താണ് എൽദോ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൽദോയുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മലയാളികൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻസും ഉണ്ട്, ഓസ്ട്രേലിയൻസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 property കൂടുതലുള്ള ആൾക്കാർ ഒരു 10% താഴെ ഉള്ളൂ. പക്ഷേ നമ്മുടെ മലയാളികൾ അത് ഈ 10% താഴെ, അത് 100 പേരിൽ 10 പേർക്ക് 2 property ഉള്ളൂ. പക്ഷേ ഇനി മുതൽ മലയാളികളുടെ ഒരു ഫുൾ കമ്മ്യൂണിറ്റി നമുക്ക് വളരണം. ആ 10% എന്നുള്ളത് മാറി ഒരു 20%, അതല്ലെങ്കിൽ 30%, 40%, 50% വരെ നമ്മൾ എത്തണം. അങ്ങനെ ഒരു ഫുൾ കമ്മ്യൂണിറ്റി നമ്മൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ സെക്ഷനുകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഇതേക്കുറിച്ച് പഠിച്ച ആൾക്കാരുമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്ലാനേഴ്സുമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ലൈഫ് ഓസ്ട്രേലിയയിൽ ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും നേരത്തെ റിട്ടയർ ചെയ്യട്ടെ. അതിന് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. Thank you, Jules. Thank you so much. No, thanks for coming and doing this for us. Thanks for inviting me again. അപ്പോൾ എൽദോയെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. എൽദോയെ കിട്ടിയില്ലെങ്കിൽ എൽദോ തിരിച്ചു വിളിക്കുന്നതാണ്. അങ്ങനെ തിരിച്ചു വിളിക്കാതിരിക്കുന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ. അതെ, നല്ലൊരു ശതമാനം തിരിച്ചു വിളിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയും ഒരു മിസ് കോൾ വരാത്തത് കൊണ്ടാണ്. മിസ് കോൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചിരിക്കും. Absolutely. We will call everybody back. Most of the time I'll answer my calls. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എൽദോയുടെ ഒരു വലിയൊരു പാഷനാണ്. Absolutely. ഞങ്ങളുടെ Google reviews you can see, and we are an award-winning organization. We've been recognized, and we spend quality time with our clients. We make sure we try to do everything right, and rather than super fast, we do it right. So that's what we are, because if you do it very fast, you can't. We do things very fast in certain cases, but certain things take right time to do it in the right manner. If it's especially the trust applications and all, if it is not done in the right structure, right lenders, it can actually be very wrong for our clients. Credit score ke another ഞങ്ങൾ അത്ര ഓടി ചാടി റിസ്ക് എടുക്കത്തില്ല ഞങ്ങൾ ക്ലയൻസ്ക്ക് വേണ്ടി. We want to do things right.